നട്ടുച്ചയ്ക്ക് യൂറോപ്പിൽ മുഴുവൻ ഇരുട്ട് പടർന്നു. അർദ്ധരാത്രിക്ക് സമാനമായ കൂരിരുട്ട്. 1999 ശേഷം ഇതാദ്യമായാണ് യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങൾ മനോഹരമായ ജ്യോതിശാസ്ത്ര പ്രതിഭാസത്തിന് സാക്ഷിയായത്. ഗ്രീൻലാൻഡ്, ഐലാൻഡ്, വടക്കൻ റഷ്യ, സ്പെയിൻ, പോർച്ചുഗലിലെ ചിലയിടങ്ങൾ എന്നിവിടങ്ങളിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്. 2 മിനിറ്റ് 18 സെക്കൻഡാണ് ഗ്രഹണം നീണ്ടുനിന്നത്. യൂറോപ്പിന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങളിലും വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലും ഭാഗിക സൂര്യഗ്രഹണമാണ് ദൃശ്യമായത്. ഭൂമിക്കും സൂര്യനും ഇടയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നതാണ് സൂര്യഗ്രഹണം. സ്പെയിനിലും പടിഞ്ഞാറൻ യൂറോപ്പിലും സൂര്യാസ്തമയ സമയത്താണ് ഗ്രഹണം ദൃശ്യമായത്. 3 പതിറ്റാണ്ടിനിടെ ആദ്യമായെത്തിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം യൂറോപ്പിലെ ജ്യോതിശാസ്ത്ര നിരീക്ഷകരും ഫോട്ടോഗ്രാഫർമാരും ആഘോഷമാക്കിയപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ദൃശ്യമായതേയില്ല. സമ്പൂർണ്ണ ഗ്രഹണ സമയത്ത് സൂര്യന്റെ പ്രകാശമുള്ള ഉപരിതലത്തെ ചന്ദ്രൻ പൂർണ്ണമായും മറയ്ക്കുകയും സൂര്യന്റെ പുറം മണ്ഡലമായ കൊറോണ ദൃശ്യമാവുകയും ചെയ്യും. അതിശക്തമായ പ്രകാശം കാരണം സാധാരണ കൊറോണ ദൃശ്യമാകാറില്ല. എന്നാൽ ഗ്രഹണ സമയത്തെ ഈ ദൃശ്യം സൂര്യനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾക്ക് സഹായകമാണ്. കൊറോണയുടെ ഘടനയും സ്വഭാവവും കൂടുതൽ വ്യക്തമാകും. മിനിറ്റുകൾ മാത്രമാണ് സമ്പൂർണ്ണ ഗ്രഹണം നീണ്ടു നിന്നതെങ്കിലും ലഭിച്ച ശാസ്ത്രീയ വിവരങ്ങൾ സൂര്യന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് ഭൂമിയിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ പഠനങ്ങൾക്ക് സഹായകമാകും. ഈ വർഷത്തെ ഏക സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരുന്നു ഇത്.